നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ 220 എങ്ങനെ ഈ ഹഗ്ഗർ സെറ്റ് ചെയ്തേക്കുന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഹഗ്ഗർ ആണോ അതോ സ്റ്റോക്ക് ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻസും പോൾസും അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ രണ്ടും ഈക്വലി ടൈ ആണ്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഈ ഹഗ്ഗർ എങ്ങനെ ഇതിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തത്. നമുക്ക് ഹഗ്ഗർ രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇതിൻ്റെ ചേസിൻ്റെ ഇവിടെ പട്ട വെച്ചിട്ട് അങ്ങനെ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഹഗ്ഗർ സ്ട്രേറ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി ഹഗ്ഗർ കൊടുത്തേക്കുന്നത് അങ്ങനെയല്ല. ഹഗ്ഗർ ഞാൻ കൊടുത്തേക്കുന്നത് ടയറിൻ്റെ ആണ്ട് ഇവിടുന്നാണ് നമ്മളിങ്ങനെ ഒരു ക്ലാമ്പിലാണ് പോയേക്കുന്നത്. ഇത് RSൻ്റെ ഹഗ്ഗറാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്രോ എന്നോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ മോൾ വശവും താഴ്വശം ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാൻ, അപ്പോൾ ഇച്ചിരി ഷോർട്ടായിട്ടിരിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓൾറെഡി ആ ബ്രോയുടെ പറഞ്ഞ രീതി വെച്ച് ഞാൻ മോൾ വശവും താഴ്വശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹഗ്ഗർ വെച്ചേക്കുന്നത് അപ്പോൾ ടീ പോലെ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടാണ്. ഇത് ലൈറ്റിൽ കൊണ്ട് നമുക്ക് സുഖമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈഡിലൊരു ചെറിയ ബെൻഡ് കണ്ടോ, ഈ ബെൻഡ് എന്തിനാ ഇട്ടേക്കെന്ന് ചോദിച്ചാൽ ഈ ബെൻഡ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഒരു ഹഗ്ഗർ ബാക്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അതിന് വേണ്ടി കറക്റ്റ് സെൻറ്റർ പോസ്റ്റിൽ ഇരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കൂ, നൈസായിരിക്കും.